ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സൈനസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. വളരെയധികം ആളുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് ഇന്ന് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. എന്താണ് സൈനസൈറ്റിസ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ സൈനസുകൾ എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സൈനസുകൾ എന്ന് പറയുന്നത് മൂക്കിന് ചുറ്റുമുള്ള എല്ലുകളുടെ ഉള്ളിലുള്ള വായു നിറഞ്ഞ അറകളെയാണ് സൈനസുകൾ എന്ന് പറയുന്നത്. സൈനസുകൾ പ്രധാനമായും 4 തരത്തിലാണുള്ളത്. നെറ്റിക്ക് പുറകിലുള്ള സൈനസിനെ ഫ്രോണ്ടൽ സൈനസ് എന്നും, കണ്ണിന് താഴെയായുള്ളതിനെ മാക്സിലറി സൈനസ് എന്നും, മൂക്കിനും കണ്ണിനും ഇടയിലായിട്ടുള്ളതിനെ എത്മോയിഡ് സൈനസ് എന്നും, മൂക്കിന് ഏറ്റവും പിറകിലായിട്ടുള്ളതിനെ സ്പീനോയിഡ് സൈനസ് എന്നുമാണ് പറയുന്നത്. ഈ സൈനസ് അറകളിൽ നീർക്കെട്ടുണ്ടാകുന്ന അവസ്ഥയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. സാധാരണയായി സൈനസുകളിൽ ഉണ്ടാകുന്ന കഫം നീർച്ചാലുകൾ വഴി പുറന്തള്ളപ്പെടാറുണ്ട്. ഇതിൽ നീർക്കെട്ടുണ്ടാകുമ്പോൾ കഫം കെട്ടി നിന്നാണ് സൈനസൈറ്റിസ് എന്ന അസുഖം ഉണ്ടാകുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ശക്തമായ ജലദോഷം, സ്ഥിരമായി ഉണ്ടാകുന്ന അലർജി, മൂക്കിനുണ്ടാകുന്ന ദശവളർച്ച അതായത് നേസൽ പോളിപ്പ് എന്ന കണ്ടീഷൻ, പിന്നെ അതുപോലെ തന്നെ മൂക്കിന്റെ പാലത്തിനുണ്ടാകുന്ന വളവ് സെപ്റ്റൽ ഡീവിയേഷൻ, പുകവലി, അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഈ സൈനസൈറ്റിസിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്താണ് സൈനസൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ? ലക്ഷണങ്ങളിൽ ആദ്യം തന്നെ തലവേദനയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. മൂക്കടപ്പ്, തലയ്ക്കുള്ള ഭാരം, മൂക്കിലൂടെ രക്തം വരുന്ന അവസ്ഥ, കഫം തൊണ്ടയിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ, ചുമ, തുമ്മൽ, അതുപോലെ തന്നെ മണം, രുചി ഇവ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ, പല്ലിനും മോണയ്ക്കും അനുഭവപ്പെടുന്ന വേദന, ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളായി കണക്കാക്കാവുന്നത്. ആയുർവേദത്തിൽ കഫദോഷം വർദ്ധിക്കുന്നതാണ് സൈനസൈറ്റിസിന് പ്രധാനമായ കാരണം. ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സ, ഭക്ഷണ ക്രമീകരണം, ജീവിതശൈലി എന്നിവയിലൂടെ ഈ രോഗത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. തലയോട്ടിയിലും മുഖഘടനയിലും അടഞ്ഞ ഭാഗങ്ങൾ തുറക്കാൻ നസ്യം, ലേപനം, അതുപോലെ തന്നെ ശിരോധാര എന്നീ ചികിത്സകൾ വളരെയധികം ഫലപ്രദമാണ്. ഇത് അണുബാധ കുറച്ച് കഫദോഷത്തെ ശമിപ്പിക്കുന്നതിനും ശരീരത്തിന്റെ പുനരുജ്ജീവനത്തിനും സഹായിക്കുന്നു.